യേശുവിന്റെ രാജത്വ തിരുനാൾ ആരാധനാ ക്രമവത്സരത്തിലെ തീർത്ഥാടന യാത്രയിൽ അവസാന ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശുവിന്റെ രാജത്വ തിരുനാളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഏറെ പ്രവചനങ്ങൾക്കും കാത്തിരിപ്പിനുമൊടുവിൽ ദാവീദിന്റെ വംശത്തിൽ ജോസഫിന്റെയും മറിയത്തിന്റെയും മകനായി ലോകത്തിന്റെ കേന്ദ്ര ബിന്ദുവായി അവൻ ജനിച്ചു. രാജാക്കന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ എന്നന്വേഷിച്ചുകൊണ്ട് കിഴക്ക് ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിൽ എത്തിച്ചേർന്നു. മത്തായി 2:2. പക്ഷേ ഈജിപ്തിലേക്കുള്ള പലായനത്തിലാണ് ആ അന്വേഷണം പര്യവസാനിച്ചത്. സഹമരണ ഉദ്ധാനം പിന്നിട്ട് ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരുന്ന് സർവ്വലോകത്തെയും ഭരിക്കുന്ന ദൈവിക പദ്ധതിയുടെ പരസമാപ്തിയാണ് രാജത്വ തിരുനാളിൽ നാം കൊണ്ടാടുന്നത്. രാജ്യത്വം എന്നാൽ മറ്റുള്ളവരുടെ മേൽ അധീശത്വം പുലർത്താനുള്ളതും രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനുമുള്ളതാണെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു. എന്നാൽ ലോകവും സകല സൃഷ്ടവസ്തുക്കളും സൃഷ്ടിച്ചവന്റെ നിയന്ത്രണത്തിലാണ് നാം ഒക്കെ ആയിരിക്കുന്നത്. അവനാണ് എല്ലാ രാജ്യത്വങ്ങൾക്കും ഉപരിയായവൻ. എന്നാൽ ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തെ പരമാവധി ചൂഷണം ചെയ്ത് അവനെ ഭരമേൽപ്പിച്ച പ്രപഞ്ച പരിപാലനം അവൻ താറുമാറാക്കിയിരിക്കുന്നു. ആദ്യമൊക്കെ വാളും കുന്തങ്ങളും രഥങ്ങളും ഒക്കെയായി പരിമിത യുദ്ധ സന്നാഹങ്ങളാണ് അരങ്ങേറിയിരുന്നുവെങ്കിൽ ഇന്ന് അണുവി സ്ഫോടനത്തിലൂടെ ഭൂമിയെ പലതവണ ചുട്ടരിക്കാനുള്ള പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് ഓരോ രാജ്യവും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. റഷ്യൻ ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ പാലസ്തീൻ ഹമാസ് യുദ്ധവും എല്ലാ സീമകളെയും കടത്തിവെട്ടി 2-3 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒരു ലോക മഹായുദ്ധത്തിന്റെ പടയൊരുക്കവുമായി തുടരുകയാണ്. അതിന്റെ പേരിൽ രാഷ്ട്രങ്ങൾ രണ്ടു ചേരിയായി നിലകൊള്ളുന്നു. മനുഷ്യവർഗത്തിന്റെ തന്നെ നാശത്തിലേക്കാണ് തങ്ങൾ കൂപ്പുകൂടുന്ന ഈ സാമ്രാജ്യം ചെന്നെത്തിയിരിക്കുന്നതെന്ന് അവർക്ക് അറിയാഞ്ഞിട്ടല്ല. ഇത് പൈശാചിക രാജ്യത്വത്തിന്റെ അഴിഞ്ഞാട്ടമാണ്. ദൈവത്തിന്റെ പേരിലാണ് കൂട്ടക്കൊലകളും തീവ്രവാദങ്ങളും ഭീകരയുദ്ധങ്ങളും അരങ്ങേറുന്നത് എന്നത് വലിയ വിരോധാഭാസം തന്നെയാണ്. ഇന്ന് രാജത്വ തിരുനാൾ അനുസ്മരിക്കുന്ന യേശു നമ്മെ പഠിപ്പിച്ചത് ദൈവത്തിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാനാണ്. അവൻ വന്നത് ഒരു ഭൗതിക രാജ്യം സ്ഥാപിക്കാനാണെന്നും അതിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുമെന്നുമാണ് അവന്റെ ശിഷ്യന്മാർക്കിടയിൽ പോലും തർക്കമുണ്ടായിരുന്നത്. എന്നാൽ തന്റെ രാജ്യം ഐഹികമല്ല എന്നാണ് അവൻ പ്രഖ്യാപിച്ചത്. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കുകയില്ല എന്നാണ് അവന്റെ ജനന സമയത്ത് മാലാഖമാർ അറിയിച്ചിരുന്നത്. ലൂക്ക 1:33. അപ്പം വർദ്ധിച്ചപ്പോൾ അവനെ രാജാവാക്കാൻ അവർ ഉദ്യമിച്ചിരുന്നു. ഒരു രാജാവിനെ എന്ന വണ്ണമാണ് ജെറുസലേമിലേക്ക് തുണികൾ വിരിച്ച് ഒലിവിലകൾ ഏന്തി ഓശാന പാടി അവർ ആനയിച്ചത്. അരമനയിൽ വെച്ച് പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ രാജാവാണോ? എന്നാൽ രാജാവായവൻ കുരിശിൽ ജീവൻ വെടിഞ്ഞ് രാജ്യത്വത്തിന് പുതിയ മാനം നൽകി. ദൈവത്തിന്റെ ഹിതം തിരുമനസ് ഇഷ്ടം നിറവേറ്റുന്നതാണ് തന്റെ രാജ്യത്വമെന്ന് അവൻ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. ആ അനുസരണത്തിന്റെ പേരിൽ സ്വർണ്ണ കിരീടത്തിന് പകരം അവൻ സ്വീകരിച്ചത് മുൾക്കിരീടമായിരുന്നു. ചമന്ന പട്ടുവസ്ത്രത്തിന് പകരം അവന് ലഭിച്ചത് അവന്റെ ശരീരത്തിൽ നിന്നും ചീറ്റിത്തെറിച്ച ചോരയിൽ മുങ്ങിയ മേലങ്കിയായിരുന്നു. ചെങ്കോലിന് പകരം ലഭിച്ചത് ഞാങ്ങണയായിരുന്നു. അനുഗമിച്ചത് ആയുധമേന്തി ക്രൂരന്മാരായ പടയാളികളായിരുന്നു. പരിമള തൈലത്തിന് പകരം അവൻ ഏറ്റുവാങ്ങിയത് എതിരാളികളുടെ തുപ്പലുകളായിരുന്നു. വെഞ്ചാമരത്തിന് പകരം ചാട്ടവാർ അടികളായിരുന്നു. ആർപ്പ് വിളികളായി ഉയർന്നത് അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്നതായിരുന്നു. അവന്റെ സിംഹാസനം അവൻ തന്നെ ചുമന്നു കയറ്റിയ മരക്കുരിശായിരുന്നു. യഹൂദന്മാരുടെ രാജാവ് എന്നെഴുതിയ ഒരു ഫലകം സ്ഥാപിച്ചുകൊണ്ട് അവർ അവനെ ക്രൂശിച്ചു കൊന്നു. മരണമടഞ്ഞിട്ടും അവന്റെ കല്ലറയ്ക്ക് അവർ കാവൽ നിന്നു. പക്ഷേ മരണത്തെ കീഴടക്കിക്കൊണ്ട് 3 ദിവസങ്ങൾക്ക് ശേഷം അവൻ ഉയർത്തു വന്നു. ഒരിക്കലും മായ്ച്ചു കളയാനാകാത്ത ഒരു രാജാവായി അവൻ മനുഷ്യഹൃദയങ്ങളിൽ ഇന്നും വാഴുന്നു. ലോകങ്ങൾ കീഴടക്കിയ എത്രയോ രാജ്യങ്ങൾ അസ്തമിച്ചില്ലാതായി. ദാവീദിന്റെയും സോളമന്റെയും രാജ്യങ്ങൾ വെട്ടിമുറിക്കപ്പെട്ടു. അലക്സാണ്ടർ ചക്രവർത്തിയും കാലയവനിക്കുള്ളിൽ മറിഞ്ഞ ചരിത്ര പുസ്തകമായി. ഫറവോമാരും സീസർമാരും ഹെറോദോസുമാരും ഇന്നെവിടെ? സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യവും നിലനിൽപ്പിനായി കേഴുന്നു. എന്നാൽ യേശു സ്ഥാപിച്ച രാജ്യം കാലാതീതമായി ഇന്നും നിലനിൽക്കുന്നു. അതിന്റെ പേരാണ് തിരുസഭ. 1-ാം നൂറ്റാണ്ടു മുതൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ അധികാരങ്ങളും കിണഞ്ഞ് പരിശ്രമിക്കുന്നു. അവനിൽ വിശ്വസിച്ച് എന്ന ഒറ്റ കുറ്റം കൊണ്ട് അന്നും ഇന്നും അവന്റെ രാജ്യത്തിനെതിരെ ശത്രുക്കൾ മത്സരിച്ച്
പോരാടുക്കുന്നു. എന്നാൽ അവൻ സ്ഥാപിച്ച സഭ എല്ലാ വെല്ലുവിളിയെയും അതിജീവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കാരണം ദൈവാരൂപിയാണ് അതിന്റെ പടനായകൻ. ഹൃദയം കുത്തിത്തുറന്ന് ചോര ചിന്തി സ്ഥാപിച്ചതാണ് ആ രാജ്യം. ബൈബിളാണ് അതിലെ നിയമാവലി. കനമുള്ളതെങ്കിലും ഒരേ ഒരു നിയമത്തെ കുറിച്ചാണ് അതിൽ എഴുതിയിട്ടുള്ളത്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, കാരണം ദൈവം സ്നേഹമാണ്. വാഴ്ത്തപ്പെട്ടവരും പരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവും മരിച്ചാലും ഉയർത്തെഴുന്നേറ്റവനും പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അവന്റെ അധികാരവും സമാധാനവും നമ്മുടെ ജീവിതത്തിലും നീണാൾ വാഴട്ടെ.